തെളിമയുടെ നാദം, ഒരുമയുടെ ശബ്ദം, തനിമയുടെ രാഗം, കനവിലൊരു നാളം. പ്രകാശനായ പ്രകാശിന മലങ്കരദർശൻ. സ്തുതിക്കാം സ്തുതിക്കാം എന്നും
നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ എന്നുള്ളമേ സ്തുതിക്ക നീ പരനേ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്നരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പ്രൈസ് ദി ലോർഡ്. ജീവിത ധന്യതയുടെ വഴിത്താരകൾ എന്നാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് തലക്കെട്ട്. മനസ്സ് നടത്തുന്ന ചില തിരഞ്ഞെടുപ്പുകളാണ് മനുഷ്യരെ മഹത്തുക്കളാക്കി തീർക്കുന്നത്. ധനികയായ ഒരു വനിത ശൂനേമിൽ പാർത്തിരുന്നു. ആ വനിതയോടുള്ള എലീശ പ്രവാചകൻ്റെ സമ്പർക്കം അവളെ മഹതിയാക്കി തീർത്തു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രം പറയുന്ന രാജാക്കന്മാരുടെ പുസ്തകം എന്ന് വിശുദ്ധ വേദപുസ്തകം വിളിക്കുന്ന പുസ്തകത്തിലെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിലാണ് ഈ സംഭവം വിശദീകരിച്ചിരിക്കുന്നത്. കിങ് ജെയിംസ് വേർഷനിൽ ശൂനേംകാരത്തി സ്ത്രീ അവൾ ധനികയായിരുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്, അവൾ മഹതിയായിരുന്നു എന്നാണ്. അപ്പോൾ ധനത്തെ ധന്യതയിലേക്ക് നയിച്ച, ധന്യതയ്ക്ക് മുഖാന്തരമാക്കി തീർത്ത ഒരു വനിതാരത്നം എന്നുള്ള നിലയിലാണ് നമ്മൾ ശൂനേംകാരി വനിതയെ വേദപുസ്തകത്തിൽ പരിചയപ്പെടുന്നത്. ഇന്ന് ആ ജീവിത ധന്യതയുടെ വഴിത്താരയെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. ശൂനേമിലെ ഈ ധനികയായ സ്ത്രീ തൻ്റെ പക്കലും തൻ്റെ സ്വാധീനത്തിലും ഉണ്ടായിരുന്ന ധനവിഭവത്തെ വളരെ പ്രയോജനകരമായി ഉപയോഗിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. വേദപുസ്തകത്തിൽ ധനം മാമോനായി തീർന്നു പോകാവുന്ന ഒരവസ്ഥാവിശേഷത്തെക്കുറിച്ച് കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിപ്പാൻ കഴിയുകയില്ല. വേദപുസ്തകത്തിൻ്റെ പദാവലിയിൽ ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള അതിൻ്റെ വിപരീത പദം എന്നുള്ള തരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് മാമോനാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. കർത്താവ് മറ്റൊരിടത്ത് പറഞ്ഞു, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ദുർഘടനാളുകളിൽ നിങ്ങളെ അവരുടെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളുകയും നിങ്ങൾക്ക് പിന്തുണയാവുകയും ചെയ്യും എന്നാണ് കർത്താവ് പറഞ്ഞത്. ധനം ദൈവവിരുദ്ധമായി തീരുന്ന അപജയമാണ് ആധുനിക കാലത്ത് പലപ്പോഴും നാം കണ്ടുവരുന്നത്. ധനം കയ്യിലുള്ള ആളുകൾ ദൈവവിരുദ്ധരായി തീരുകയും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുമ്പോഴാണ് അത് പൈശാചികമായി മാറുന്നത്. എന്നാൽ ഈ ശൂനേംകാരത്തി എന്ന വനിത, അവരുടെ പേര് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, ശൂനേംകാരത്തി എന്ന വനിത, അവരെക്കുറിച്ച് നാം വായിക്കുന്നത് അവർക്കുണ്ടായിരുന്ന സമ്പത്ത് അവർ ദൈവ തിരുനാമത്തിൻ്റെ മഹത്വത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കുമായി വിനിയോഗിച്ചു എന്നാണ്. ഇന്നത്തെ ധ്യാനത്തിൽ മഹത്വത്തിലേക്കുള്ള വഴിത്താരയിലെ ഒന്നാമത്തെ പടി അത് തന്നെയാണ്. ദൈവം നമ്മുടെ അധികാരത്തിൽ നൽകുന്ന, നമ്മുടെ സ്വാധീനത്തിൽ നൽകുന്ന ജീവിതത്തിൻ്റെ വിഭവങ്ങളെ നാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ദൈവനാമത്തിൽ മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി, ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി അത് ഉപയോഗിക്കുകയാണെങ്കിൽ ധനം ഒരിക്കലും മാമോനല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹമായി അനുഭവമാവുക തന്നെ ചെയ്യും. ഈ സ്ത്രീ വിവേചന അധികാരമുള്ള ഒരു സ്ത്രീ ആയിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. തൻ്റെ വഴിയായി കൂടെ കടന്നു പോകുന്ന എലീശ എന്ന പ്രവാചകനെക്കുറിച്ച് ഈ സ്ത്രീ പറഞ്ഞത്, ഇയാൾ ഒരു ദൈവമനുഷ്യനാണ് എന്ന് ഞാൻ അറിയുന്നു എന്നാണ്. തൻ്റെ പാതയിലൂടെ കടന്നു പോകുന്ന അനവധി പഥികരിൽ
ദൈവപ്രഭാവം കാണുവാൻ ഈ ശൂനേംകാരിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ കണ്ണിൻ്റെ പ്രത്യേകത. കാഴ്ചപ്പാടുകളാണ് കാഴ്ചകളെ വിശുദ്ധമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീയുടെ കാഴ്ചപ്പാടുകൾ വിശുദ്ധമായതിനെ കാണുവാൻ കഴിയുന്ന കാഴ്ചപ്പാടാണ്. ഡോക്ടർ ഗംഗാധരനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ അജയൻ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വാചകം എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സജലങ്ങളാണ് എന്നും ആർദ്രതയുള്ള കണ്ണുകളാണ് എന്നും അജയൻ രേഖപ്പെടുത്തുന്നു. ആ കണ്ണുകളിലൂടെയാണ് അദ്ദേഹം ലോകത്തെ കാണുന്നത്. അങ്ങനെയുള്ള കണ്ണുകളിലൂടെ ലോകത്തെ കാണുമ്പോഴാണ് നന്മയെ കാണുവാൻ കഴിയുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഈ സമയം ശൂനേംകാരത്തി സ്ത്രീയുടെ കണ്ണുകളുടെ പ്രത്യേകത നന്മ കാണുവാനുള്ള കഴിവുള്ള കണ്ണായിരുന്നു എന്നുള്ളതാണ്. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് പഥ്യം എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ല് ദോഷൈക ദൃക്കുകളെക്കുറിച്ചുള്ളതാണ് എന്ന് നമുക്കറിയാം. എന്നാൽ മനുഷ്യഭാവങ്ങളിലെ നന്മകളെ തിരിച്ചറിയുവാനും നന്മയുടെ ഭാഗത്ത് നിൽക്കുവാനും നന്മയെ സ്വാംശീകരിക്കുവാനും ശക്തീകരിക്കാനും അനുഭവങ്ങളെ നന്മയ്ക്കായി രൂപപ്പെടുത്തുവാനും കഴിയുന്നതാണ് ജീവിതത്തിൻ്റെ ഭാഗ്യം എന്ന് ഈ സ്ത്രീ നമ്മോട് പറയുന്നു. അതുകൊണ്ട് തന്നെ മഹത്വത്തിലേക്കുള്ള പ്രയാണത്തിൽ ശൂനേംകാരി നമ്മെ പഠിപ്പിക്കുന്നത് വിവേചനാശക്തിയുള്ള കണ്ണുകളുടെ പ്രത്യേകതയാണ്. ഇതനുഭവമാവുക എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, തൻ്റെ വഴിയെ കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ ഒരു ദൈവപുരുഷനെന്ന് തിരിച്ചറിഞ്ഞവൾ അദ്ദേഹത്തിനെ തൻ്റെ ഭവനത്തിൻ്റെ സ്വാധീനമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നതായി നാം ഇവിടെ വായിക്കുകയാണ്. തൻ്റെ ഭർത്താവിനോട് നമുക്ക് ഈ ദൈവപുരുഷനു വേണ്ടി ചുവരോടുകൂടിയ ഒരു മാളിക മുറി പണിതുണ്ടാക്കാം എന്ന് ഈ സ്ത്രീ പറയുകയാണ്. അങ്ങനെ ചുവരോടുകൂടിയ ഒരു മാളിക മുറി പണിതുണ്ടാക്കുകയും അതിൽ ഒരു കട്ടിലും ഒരു നാൽക്കാലിയും മേശയും വിളക്കും വെക്കുകയും ചെയ്തതായി നാം ഈ അധ്യായത്തിൽ വായിക്കുന്നു. അതൊക്കെ സ്ഥായിയായ സ്വാധീനത്തെ സൂചിപ്പിക്കുന്നതാണ്. ആ വഴിയായി എപ്പോഴെങ്കിലും അദ്ദേഹം കടന്നു പോകുമ്പോൾ തൻ്റെ ഭവനത്തിൽ കയറി അദ്ദേഹം വിശ്രമിക്കണം എന്നും അങ്ങനെ വിശ്രമിക്കുന്നത് തൻ്റെ കുടുംബത്തിന് അനുഗ്രഹമാകും എന്നും തിരിച്ചറിഞ്ഞവളാണ് ശൂനേംകാരി. അതുകൊണ്ടാണ് കട്ടിലും മേശയും നിലവിളക്കുമൊക്കെ അവിടെ വെച്ചത്. ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവമക്കളെ കരുതുന്നതും അവർക്ക് ഉപചാരങ്ങൾ നൽകുന്നതും തനിക്ക് ചെയ്യാനുള്ള വലിയ ദൈവിക ശുശ്രൂഷയായി കരുതിയ ഒരു മഹിളാരത്നമാണ് ഈ മഹിള എന്നുള്ളതിന് സംശയമില്ല. അന്ധകാരം വർദ്ധിച്ചു വരുന്ന ലോകത്തിൽ വെളിച്ചത്തിൻ്റെ സാക്ഷികളാകുവാനും വെളിച്ചത്തിൻ്റെ പോരാളികളാകുവാനും അവരവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ ഉപയോഗിക്കുന്നവരാണ് ദൈവനാമത്തിൽ മഹത്തുക്കളായിത്തീരുന്നത് എന്നുള്ളതിന് സംശയമില്ല. ശൂനേംകാരി വനിത അപ്രകാരം തൻ്റെ ഭവനത്തിന് ദൈവിക സ്വാധീനത്തെ സ്വായത്തമാക്കിയവളാണ്. ഇന്നും നാം ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത സ്വാധീനങ്ങളുള്ള ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവിക നന്മകളെ സ്വാംശീകരിക്കുവാനും അവയെ പരിപോഷിപ്പിക്കുവാനുമുള്ള താല്പര്യവും അതിനുള്ള ഇഷ്ടവും നമുക്കുണ്ടാകുമ്പോൾ ജീവിതം കൂടുതൽ മഹത്വകരമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതാണ് ശൂനേംകാരി വനിത നമ്മെ പഠിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ശൂനേംകാരിയിൽ മഹത്വത്തിൻ്റെ പ്രയാണത്തിൽ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ആതിഥ്യ മര്യാദയുടെ നിഷ്കാമഭാവമാണ്. ആതിഥ്യ മര്യാദയുടെ നിഷ്കാമഭാവം എന്നുള്ളത് നാം ഈ ഭാഗത്ത് വായിച്ചറിയുന്നുണ്ട്. എലീശ പ്രവാചകന് ഈ വനിതയുടെ ഉപചാരങ്ങളിലും സൽക്കാരത്തിലും വളരെ സന്തോഷം തോന്നിയിട്ടുണ്ടാവണം. അദ്ദേഹം അതുവഴിയായി പോകുമ്പോൾ അവിടെ കയറി ഭക്ഷണം കഴിക്കുകയും ആ വീട്ടിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു. ഒരു നാളിൽ തൻ്റെ ശിഷ്യനായ ഗേഹസിയോട് പ്രവാചകൻ ചോദിക്കുന്നു, നമുക്ക് വേണ്ടി ശൂനേംകാരി വനിത ഇപ്രകാരം വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കെ അവൾക്കെന്ത് പ്രയോജനമാണ് നമുക്ക് ചെയ്യുവാനായി സാധിക്കുന്നത് എന്ന് അവളോട് ചോദിക്കണം എന്ന്. ശൂനേംകാരിയെ വിളിച്ചു. ശൂനേംകാരത്തി പറഞ്ഞു, എനിക്കൊന്നിൻ്റെയും ആവശ്യമില്ല. പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഞാൻ രാജാവിനോടോ സേനാപതിയോടോ നിന്നെക്കുറിച്ച് വല്ലതും പറയേണ്ടതുണ്ടോ? അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ സ്വജനത്തിൻ്റെ മധ്യത്തിൽ പാർക്കുകയാണ്.
എനിക്ക് വേണ്ടി അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കൊന്നിനും ഒരു കുറവുമില്ല. അപ്പോൾ ഗേഹസി പ്രവാചകനോട് പറഞ്ഞു, യജമാനനെ, ഇവൾക്ക് മക്കളില്ല, അവളുടെ ഭർത്താവ് വൃദ്ധനാണ്, ഇനിയൊരു പൈതൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാ. ഇവൾ അനപത്യതാ ദുഃഖം അനുഭവിക്കുന്ന ഒരു വനിതയാണ്. ഒരു പക്ഷേ തൻ്റെ ഭവനത്തിൽ വന്നു കയറിയ ഈ ദൈവപുരുഷനോട് തൻ്റെ ഭാഗ്യം തനിക്കൊരു കുഞ്ഞുണ്ടാകുന്നതാണ് എന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നെങ്കിലും ആവശ്യപ്പെടുകയും ചെയ്തതായി നാം വായിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് അവളുടെ ആതിഥ്യ മര്യാദ നിഷ്കാമകർമ്മം ആയിരുന്നു എന്ന്. ദൈവനാമത്തെയും ദൈവിക ശുശ്രൂഷകളെയും പരിപോഷിപ്പിക്കുന്ന വലിയ യത്നത്തിലാണ് ശൂനേംകാരി വനിത പങ്കാളിയായത് എന്ന് നാം മനസ്സിലാക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ഒരു പൈതലിനെ അണച്ചുകൊള്ളും എന്നവളോട് പറയുന്നതായി നാം ഈ വചനത്തിൽ വായിക്കുന്നു. അങ്ങനെയാണ് ദൈവം, അങ്ങനെയാണ് ദൈവമക്കൾ, അങ്ങനെയാണ് ദൈവാനുഗ്രഹം. നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ മറ്റൊരു ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്, അബ്രഹാം പിതാവ് മമ്രയുടെ തോപ്പിൽ ആയിരുന്നപ്പോൾ ദൈവദൂതന്മാർ മമ്രയുടെ തോപ്പിൽ ചെന്നു. 3 അപരിചിതരെ കണ്ടിട്ട് അബ്രഹാം ചെന്നവരെ താണുവണങ്ങി അവരെ തൻ്റെ കൂടാരത്തിൽ കൊണ്ടുവന്നവർക്ക് ഭക്ഷണം ഒരുക്കുകയാണ്, അവർക്ക് വേണ്ടതെല്ലാം നൽകിക്കൊടുക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് വലിയ അനുഗ്രഹമുണ്ടാവുന്നത്. അടുത്ത വർഷം ഒരു പൈതൽ നിനക്കുണ്ടാകും എന്ന് അനുഗ്രഹിച്ച് പറയുന്നത് അവിടെ വച്ചാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അതാണ് ദൈവാനുഗ്രഹം. തലമുറകൾ ദൈവബന്ധത്തിൽ രൂപപ്പെട്ടു വരുന്നതാണ് ദൈവാനുഗ്രഹം. ദൈവമറിഞ്ഞും ദൈവം ഇഷ്ടപ്പെട്ടും ഉണ്ടാകുന്ന തലമുറകളാണ് ദൈവനാമത്തിൽ അനുഗ്രഹീതമായി തീരുന്നത്. അവരാണ് മഹത്വത്തിൻ്റെ വഴിത്താരയിലെ ശോഭിക്കുന്ന വിളക്കുകളായി തീരുന്നത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പണ്ട് തൻ്റെ ഒളി ജീവിത കാലങ്ങളിൽ വേഷപ്രച്ഛന്നനായി യാത്ര ചെയ്തതും പലയിടങ്ങളിൽ അദ്ദേഹം ഒളിച്ചു പാർത്തതിനെക്കുറിച്ചുമൊക്കെ പല കഥകൾ കേട്ടിട്ടുണ്ട്. അതിലൊന്ന് അടൂരിലുള്ള ഒരു ഭവനത്തിൽ അദ്ദേഹത്തിന് ആതിഥ്യം നൽകിയതിനെക്കുറിച്ചാണ്. ആ ആതിഥ്യം അദ്ദേഹത്തിന് വളരെയധികം സംപ്രീതി നൽകി. അതിൻ്റെ ഫലമായ കുടുംബത്തെ രാജാവ് ഒരുപാട് നന്മകൾ നൽകി അനുഗ്രഹിച്ചതായി ചരിത്രത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവം അംഗീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആതിഥ്യ മര്യാദ എന്നത്. ഒരു വനിതയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന് ഈ ആതിഥ്യ മര്യാദ ദൈവബന്ധത്തിൽ നിറവേറ്റുക എന്നുള്ളത് തന്നെയാണ്. അപ്രകാരം ഈ വനിത വളരെ നിഷ്കാമമായി ആതിഥ്യ മര്യാദ നൽകുകയും അതിൻ്റെ ഫലമായി അവൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. ഈ ധ്യാനം മുമ്പോട്ട് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, നാം വായിക്കുന്നു, 1 വർഷത്തിനുള്ളിൽ അവൾക്കൊരു പൈതലുണ്ടായി. ആ പൈതൽ വളർന്നു. അവന് അപ്പനോടുകൂടെ വയലിലിരിക്കുമ്പോൾ ഒരു ദിവസം തലവേദനിക്കുന്നു എന്ന് പറഞ്ഞു. ആ തലവേദനയുടെ അന്ത്യത്തിൽ അമ്മയുടെ മടിയിൽ കിടന്ന് അവൻ മരിച്ചുപോയി. ആ മരണം സംഭവിച്ച വേളയിൽ പ്രവാചകൻ്റെ കട്ടിലിൽ കൊണ്ടുപോയി ഈ കുഞ്ഞിനെ കിടത്തിയതിന് ശേഷം വളരെ താല്പര്യത്തോടുകൂടെ അവൾ പ്രവാചകനെ അന്വേഷിച്ച് പോയി. ഭർത്താവിനോട് പോലും അതിൻ്റെ വിശദ വിവരങ്ങൾ പറഞ്ഞതായി നാം വായിക്കുന്നില്ല. യാതൊരു തരത്തിലും തൻ്റെ യാത്രയും തൻ്റെ ശ്രദ്ധയും പതറിപ്പോകാതിരിക്കുവാൻ, വേഗതയിൽ യാത്ര ചെയ്യുവാൻ, ഒരു കഴുതയെ വേഗത്തിൽ തെളിച്ചു വിടുവാൻ തൻ്റെ ബാല്യക്കാരനോട് പറയുകയാണ്. ഇടയ്ക്കെങ്ങും ആരെയും അഭിവാദനം ചെയ്യാതെ നേരെ പ്രവാചകൻ്റെ ഭവനത്തിലെത്തി പ്രവാചകനോട് തൻ്റെ മകനെ രക്ഷിക്കണം എന്നാവശ്യപ്പെടുകയാണ്. പ്രവാചകൻ അപ്പോൾ ഗേഹസിയെ പറഞ്ഞുവിടാം എന്ന് പറയുന്നുണ്ട്. ഗേഹസിയുടെ കയ്യിൽ വടി കൊടുത്തയക്കുന്നുണ്ട്. ആ വടി കൊണ്ടുപോയി ഈ പൈതലിൻ്റെ മുഖത്ത് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു ഉണർച്ചയും സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ശൂനേംകാരി വനിത വിട്ടുകൊടുത്തില്ല. അവൾ പ്രവാചകനോട് പറഞ്ഞു, അങ്ങ് തന്നെ വരണം, അങ്ങ് വന്ന് എൻ്റെ മകനെ രക്ഷിക്കണം. അങ്ങാണ്, അങ്ങയുടെ പ്രാർത്ഥനയാണ്, അങ്ങയുടെ അനുഗ്രഹമാണ് എനിക്ക് പൈതലിനെ നൽകിയത്. എൻ്റെ മകൻ്റെ മരണത്തിൽ നിന്നും അവനെ വിടുവിക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. ഇതാണ് ശൂനേംകാരി വനിതയുടെ മഹത്വം. മഹത്വപ്രയാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മക്കളുടെ മരണത്തിനെതിരെ പോരാടുന്ന അമ്മ എന്നുള്ള
മനോഹരമായ ചിത്രമാണ്. തലമുറകളെ ദൈവസന്നിധിയിലേക്ക് ആനയിക്കുന്നതിന് മരണത്തോട് പോരാടുന്ന അമ്മമാരുടെ, വനിതകളുടെ വലിയൊരു ശ്രേണി ഉണ്ടായി വരണം എന്നും അതിനുള്ള പ്രചോദനമാണ് ഈ ശൂന്യംകാരി വനിതയെന്നും നമ്മെ വചനം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹത്വത്തിലേക്കുള്ള പ്രയാണമാണ്. കേവലം ധനാഢ്യയായ ഒരു വനിതയായിരുന്നു എന്നുള്ളതല്ല. കിങ് ജെയിംസ് വേർഷൻ വളരെ ശരിയാണ്. ഷി വാസ് എ ഗ്രേറ്റ് വുമൺ. ദർ വാസ് എ ഗ്രേറ്റ് വുമൺ ഇൻ ശൂനേം. ശൂനേമിൽ മഹതിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. മഹത്വത്തിലേക്കുള്ള സഞ്ചാരപഥമാണ്. ആ സഞ്ചാരപഥത്തിൻ്റെ വഴിത്താരകളാണ് നാം പറഞ്ഞത്. ധനത്തെ ധന്യതയാക്കി തീർക്കുന്ന, നന്മയെ തിരിച്ചറിയുന്ന കണ്ണുകളുള്ള, ആതിഥ്യമര്യാദയുടെ ശ്രേഷ്ഠമായ ഭാവങ്ങൾ പ്രകടമാക്കുന്ന, ദൈവസേവയിൽ യാതൊരു തരത്തിലുമുള്ള തെറ്റായ ലക്ഷ്യങ്ങളില്ലാത്ത, സ്വാർത്ഥതയുടെ കറപുരളാത്ത, ദൈവഭാവങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്ന ശൂന്യംകാരി സ്ത്രീ. അതിലൊക്കെ ഉപരിയായി തലമുറകളുടെ മരണത്തിനെതിരെ പോരാടുന്ന ശൂന്യംകാരി സ്ത്രീ. അവരാണ് മഹത്വത്തിൻ്റെ വഴിത്താര നമുക്ക് കാണിച്ചു തരുന്നത്. ജീവിത ധന്യതയുടെ വഴിത്താരയാണ്. മക്കളുടെ, തലമുറകളുടെ നന്മയ്ക്ക് വേണ്ടി മരണബന്ധത്തിൽ നിന്നും അവരെ വിടുവിക്കുവാനായി പ്രാർത്ഥനാപൂർവം കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ നിന്ന എല്ലാ അമ്മമാർക്കും ഈ ധ്യാനം ഞാൻ സമർപ്പിക്കുന്നു. എല്ലാ വനിതകൾക്കും ഞാൻ ഈ ധ്യാനം സമർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവേ, അവിടുത്തെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഞങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന മഹത്വപ്രയാണത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഈ ഭൂമിയിലെ ജീവിതം മഹത്വകരമാക്കി തീർക്കുന്നതിനുള്ള വഴിത്താര ഞങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. ധനത്തെ ധന്യതയാക്കി തീർക്കുന്ന രൂപാന്തരം ദൈവം ഞങ്ങൾക്ക് നൽകണമേ. നന്മയെ തിരിച്ചറിയുവാനുള്ള കണ്ണുകൾ ഞങ്ങൾക്ക് നൽകണമേ. അവയെ പിൻപറ്റുവാൻ, നിഷ്കാമമായി അതിൻ്റെ പിന്നാലെ അണിചേരുവാൻ ദൈവം ഞങ്ങൾക്ക് സഹായിക്കണമേ. മരണശക്തികളോട് പോരാടുവാൻ ദൈവകൃപ തന്ന് ജീവൻ്റെ തീരങ്ങളിലേക്ക് ഞങ്ങളെ നടത്തിക്കൊള്ളണമേ. ആമേൻ. ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ? പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. ഒന്നിൻ ചിറകു നിനക്കുമീതേ കർത്തൻ വീരിച്ചതു കാണുന്നില്ലേ? സൂര്യനിൻ താപമോ ഘോരമാരിയോ നിന്നെ അലട്ടായൻ പൊന്മകനേ. ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ?
ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്? വൈഷമ്യമാം മേടുകളിൽ എങ്ങനെ നീ കടക്കും? എങ്ങനെ നീ യോർദാനിൻ്റെ അക്കരെ ചെന്നു ചേരും? നിൻ തോണിയിൽ കർത്തനേശുണ്ടോ? നിന്നാവിൽ പ്രാർത്ഥന ഗാനമുണ്ടോ? പുത്തൻ ഗാനാലാപം പാടി സ്തുതിക്കുവാൻ ഹൃത്തിയുടെ സ്വർഗീയ ശാന്തിയുണ്ടോ? ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്? വിശ്വാസത്തിൻ തോണി തന്നിൽ പോകുന്ന യാത്രക്കാരാ, പാറക്കെട്ടിൽ തട്ടാതെ നീ അക്കരെ ചെന്നിടുമോ? ഓളങ്ങളേറുന്ന സാഗരത്തിൽ ജീവിതത്തോണി അലഞ്ഞാടുമ്പോൾ ആരുണ്ടു കൈത്താങ്ങായി? ആരു സഹായിക്കും? കപ്പിത്താനേശു അല്ലാതെ നിന്നെ. ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്? തെളിമയുടെ നാദം, ഒരുമയുടെ ശബ്ദം, തനിമയുടെ രാഗം, കാന